കൊല്ലം കോർപ്പറേഷൻ്റെ കീഴിൽ ഒരു ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് പൂർണ്ണമായിട്ട് അത് പ്രവർത്തന സജ്ജമായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണത് പ്രവർത്തന സജ്ജമാണോ, അത് വിജയകരമായിട്ട് പോകുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അവർ അന്ന് പറഞ്ഞത് കൂടുതൽ മാലിന്യം കിട്ടിയാൽ മാത്രമേ ഈ മെഷീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 200ഓളം കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മാലിന്യം കൃത്യമായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മെഷീൻ നല്ല രീതിയിൽ വിജയകരമായിട്ട് തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ 1-2 പേര് മാലിന്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ബക്കറ്റിൽ തന്നെ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് കറക്റ്റായിട്ട് മാലിന്യമൊക്കെ നിക്ഷേപിച്ച് അത് അതേപോലെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തതിന് ശേഷം അതേപോലെ ഒരു ബക്കറ്റ് തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുന്നവരും ഉണ്ട്. അതുകൊണ്ട് ചില ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയ വേലകളൊക്കെ കാണിക്കുന്നവരുണ്ട്. ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്കും കൂടെ കയറ്റി കൊണ്ടുവരുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ നടത്തിപ്പുകാർ അവരോട് പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഇങ്ങനെ കൊണ്ടുവരരുത്, കാര്യം അവിടെ നിക്ഷേപിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല, ജൈവമാലിന്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കളയാൻ വേറെ സ്ഥലമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഹരിതകർമ്മസേന വീട്ടിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അത് കൈമാറിയാൽ മതി. പ്ലാസ്റ്റിക് നമ്മളൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങൾ അതുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കംപ്ലീറ്റ് വേസ്റ്റുകൾ ഇവിടെ കൊണ്ടൊന്നും തള്ളിയാൽ പറ്റില്ല, ജൈവമാലിന്യങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ സംസ്കരിക്കാനുള്ള സംവിധാനം നിലവിലുള്ളൂ. ഭാവിയിൽ ഇനി പ്ലാസ്റ്റിക് സംസ്കരിക്കുന്ന സംവിധാനങ്ങളൊക്കെ വേറെ വരുമായിരിക്കും. ഇപ്പം കർമ്മസേന നമ്മളെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്നുണ്ടല്ലോ, അവരെ ഏൽപ്പിക്കുക. ഈ അവിടെ വന്ന പല കസ്റ്റമറും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇത് എന്തായാലും വളരെ ആശ്വാസകരമായിട്ടൊരു പദ്ധതിയാണ്. കാര്യം ഞങ്ങളിത് വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ട് കളയുമെന്ന് അറിയാൻ വയ്യാതെ വളരെ വിഷമിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു വലിയ ആശ്വാസമായി. അപ്പം ധാരാളം ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ജനങ്ങൾ കൂടുതൽ പേര് അറിഞ്ഞ് കൂടുതൽ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വിജയകരമായി മാറുകയും ചെയ്യും. നമുക്കൊരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് 1-2 ദിവസം കൂടുമ്പോൾ കൊണ്ടുവന്നാൽ മതിയല്ലോ, വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇത് നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഇതുമായിട്ട് ആൾക്കാർ കൂടുതൽ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഈ കളയാൻ സ്ഥലമില്ലാത്തവർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള പദ്ധതികളുമായിട്ടൊക്കെ ജനങ്ങൾ പരിപൂർണമായിട്ട് സഹകരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മാലിന്യം കൊണ്ടുവരുന്നവർ അതിൻ്റെ അകത്ത് മെറ്റൽ പീസുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈസിൻ്റെയൊക്കെ പീസുകളോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം വന്നു അതൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൊണ്ടുവരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഈ ഇരുമ്പിൻ്റെ സാധനങ്ങളൊന്നും ആ വേസ്റ്റിൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കടകളിൽ നിന്നുള്ള മാലിന്യവും പ്രോസസ്സ് ചെയ്ത് തുടങ്ങേണ്ടത്. അതിൻ്റെ 10ഓളം കടകളും ഇപ്പം മാലിന്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള കടകളിൽ നിന്നാണ് ഇപ്പോൾ തൽക്കാലം മാലിന്യം എടുക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ്റെ തന്നെ കുറേ പരിധികളിൽ വാർഡുകളിൽ ഇനിയും ഇതുപോലുള്ള യൂണിറ്റുകൾ തുടങ്ങാനുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഭാവിയിൽ ഉണ്ടാവും. ദിനംപ്രതി 1 ടണ്ണോളം മാലിന്യം ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നുണ്ട്. അപ്പം ഇത് കാര്യമായി വിജയകരമായി പ്രവർത്തിക്കുന്നുള്ളതിന് തെളിവാണ്, ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാൻ, രാവിലെ 6 മണി തൊട്ട് രാവിലെ 10 മണി വരെയാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അതുപോലെ വൈകിട്ടും 5 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കിലോയ്ക്ക് 5 രൂപ നിരക്കിലാണ് അവർ ഇവിടെ മാലിന്യം എടുക്കുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം പോളയത്തോട് പൊതു ശ്മശാനത്തിന് മുൻവശം.